ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനിന്നൊരു അടിപൊളി മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വീട്ടിലുണ്ടായിരുന്ന പഴയൊരു ഫ്ലവർ വേസ് ആയിരുന്നു. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയ കാരണം കുറേ ആയിട്ട് വീടിൻ്റെ പുറത്തായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്നൊരു അടിപൊളി ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉണങ്ങിയ മരക്കൊമ്പുകൾ വേണം. ഇവിടെ ഒരുപാട് കൊമ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കൊമ്പുകൾ മാത്രം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ കൊമ്പുകളുടെ ഇലകളൊക്കെ ഫുള്ളായിട്ട് ഞാൻ അവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്ലവർ വേസ് നന്നായി കഴുകി ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലവർ വേസിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും അതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ ഒരു കോട്ട് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഡബിൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ മരത്തിൻ്റെ കൊമ്പിൽ ഇതേ രീതിയിൽ കളർ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ കൊമ്പുകളിലും നല്ല രീതിയിലൊന്ന് കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഡബിൾ കോട്ട് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ഫ്ലവർ വേസിൻ്റെ മുകളിലായിട്ട് വൈറ്റ് അക്രിലിക് കളർ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതൊന്ന് കവർ ചെയ്തെടുക്കാനും പിന്നെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അവിടെ മരത്തിൻ്റെ കൊമ്പുകൾ ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്മേൽ വെക്കാനായിട്ട് നമുക്കൊരു ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കണം. A4 ഷീറ്റ് സെൻറ്റർ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലീഫ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഷാർപ്പായി നിൽക്കുന്ന ഒരു ഭാഗം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്കൊരു പൂവിൻ്റെ ഇതൾ പോലൊക്കെ കിട്ടും. എന്നിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗം അതേ രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പിങ്ക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കൊമ്പുകളിൽ ഫുള്ളായിട്ട് വെക്കാൻ ഞാൻ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറുകൾ എല്ലാം നമ്മുടെ കൊമ്പിൻ്റെ ഓരോ പോയിന്റിലായിട്ടും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കൊമ്പിലും ഈ ഫ്ലവർ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒട്ടിച്ചു കൊടുത്ത കൊമ്പുകൾ ജസ്റ്റ് നമ്മുടെ ഫ്ലവർ വേസിൽ വെക്കുന്ന ആ ഒരു പണി തന്നെ നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായി ഒട്ടിച്ചു കൊടുത്താൽ ജസ്റ്റ് ഫ്ലവർ വേസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. കാരണം കുറച്ച് എഫേർട്ട് എടുത്താലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു തീം ഫുള്ള് വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫ്ലവർ വേസിൽ ഇനി അധികം പെയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. വൈറ്റ് തന്നെ മതി എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.